കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. സമൂഹ മാധ്യമങ്ങളുടെ വരവോടുകൂടി വൈറലാവുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. പാട്ടുപാടി വൈറലാകുന്നവരുണ്ട്, ചിത്രം വരച്ച് വൈറലാകുന്നവരുണ്ട്, ഡാൻസ് കളിച്ച് വൈറലാകുന്നവരുണ്ട്. ഓരോ കഴിവുകൾ കൊണ്ട് വൈറലാകുന്നവരുടെ എണ്ണം ആണ് ദിനം പ്രതി കൂടിക്കൊണ്ടുവരുന്നത്. അത്തരത്തിൽ മറ്റൊരു വ്യത്യസ്തമായ കഴിവ് കൊണ്ട് വൈറലായ ഒരു ചേച്ചിയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കൽട മതിലകം എന്ന ദേശത്താണ്. ആ ദേശത്തൊരു ചേച്ചിയുണ്ട്. നമുക്ക് ആ ചേച്ചിയെ ഒന്ന് പരിചയപ്പെടാം. ആ ചേച്ചിയുടെ കഴിവെന്താണ് എന്ന് നമുക്ക് ചോദിക്കാം. ചേച്ചി നമസ്കാരം. ചേച്ചിയുടെ പേരെന്താ? വത്സല. ചേച്ചി ഇപ്പം ഒരു വീഡിയോയിലൂടെ വൈറലായിരിക്കുകയാണ്. അത് ഇവിടെ ഗ്രാമവേദിയിലെ ഓണപരിപാടി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ 10-30 വർഷം കൊണ്ടേ ഞാൻ ഓണത്തിന് ഇവിടെ പിള്ളേരോട് സഹകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അന്ന് ഓണപരിപാടിയിൽ ഞാൻ പങ്കെടുത്ത് അങ്ങനെ ചിരി മത്സരമായിരുന്നു. ഞങ്ങൾ ഇതിന് മുമ്പ് നടത്തുന്നവർ അങ്ങനെ എന്നെ വിളിക്കും, ഞാനങ്ങനെ ചിരിക്കാനായിട്ട് കയറും. പക്ഷേ ഇപ്പം ഞാൻ ചിരിക്കാൻ കയറിയപ്പോൾ ആരോ മൊബൈലിൽ പിടിച്ച് അതിപ്പോൾ വൈറലായി. അതെ, ചേച്ചിയുടെ ചിരി മത്സരത്തിൽ പങ്കെടുത്ത ചേച്ചിയുടെ ഒരു ചിരിയാണ് വൈറലായിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മളും ഇത് നമ്മുടെ ചാനലിലൂടെയും പോസ്റ്റ് ചെയ്തു. പക്ഷേ വൈറലായത് ഈ പ്രദേശത്തെ ദിവ്യലാൽ കെ എന്ന ആളുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഏകദേശം 50 ലക്ഷത്തോളം ആളുകളാണ് ചേച്ചിയുടെ ചിരി കണ്ടത്. അപ്പം ആ ചിരി ഒന്ന് കണ്ടിട്ട് നമുക്ക് തുടരാം. ഞാൻ തുടങ്ങുവാനേ പരിപാടി. ഇപ്പോൾ നിങ്ങൾ കണ്ട ചിരിയാണ് ചേച്ചിയെ വൈറലാക്കിയത്. നമ്മുടെ ചാനലിലും പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ദിവ്യലാൽ കെ എന്ന ആളാണ് ആ സമയത്ത് ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയും ഏകദേശം 50 ലക്ഷത്തോളം ആളുകളാണ് ആ വീഡിയോ കണ്ടതും ചേച്ചി വൈറലായതും. ചേച്ചി ഈ വൈറലായി എന്ന് ചേച്ചി എപ്പോഴാണ് അറിയുന്നത്? ഞങ്ങൾ പിറ്റേന്നായിരുന്നു അറിഞ്ഞത്. അന്നേരം ഇവിടെ പിള്ളേരെല്ലാം കൂടെ എൻ്റെ മരുമോൾ അന്നേരം ഫോൺ നോക്കിയിട്ട് പറഞ്ഞ അമ്മയെ ഏതാണ്ട് ചാനലിനകത്തൊക്കെ പോയെന്ന് തോന്നുന്നു, അമ്മ മൊബൈലിനകത്ത് വൈറലായിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ദുബായിലുള്ള 2-3 പിള്ളേർ എൻ്റെ മരുമോളെ വിളിച്ചിട്ട് പറഞ്ഞ്, ശാന്തി അത് നിൻ്റെ അമ്മയുടെ ചിരി ഞങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുവാണ്, അതിവിടെ എല്ലാം വൈറലായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അന്നേരം ഞാനും അറിയുന്നത് ഇത് ഇങ്ങനൊരു ഇത് പോയിട്ടുണ്ടെന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ അന്നേരമാണ് ഇങ്ങനെ അറിയുന്നത്. ഈ ചിരി മത്സരത്തിൽ ആദ്യമായിട്ടല്ലെന്നാണ് ഞാൻ അറിയുന്നത്. എത്ര വർഷം കൊണ്ട് ഈ ഗ്രാമവേദിയിലെ ചിരി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്? 35 വർഷമായി ഇവിടെ ഈ ക്ലബ്ബ് ഉണ്ടായിട്ട്. അന്നേരം ഈ 35 വർഷത്തിൽ ഞാനൊരു 5 വർഷമെങ്കിലും ചിരിക്കാതിരുന്ന് കാണും. അന്നൊന്നും അത്ര ഇതായിട്ട് ഇല്ല. പിന്നീടാണ് ഇവിടെ ചിരി മത്സരമൊക്കെ വെച്ചത്. ഒരു പ്രായമുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയും ഞാനും എൻ്റെ ഒരു നാത്തൂനും കൂടെ ആയിരുന്നു ചിരിക്കുന്നത്. അയാൾ മരിച്ചുപോയി. അന്നേരം ആ അമ്മയെ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അന്നൊക്കെ പ്രൈസ് കിട്ടുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ആ അമ്മയ്ക്ക് കൊടുത്താൽ മതി, അമ്മ എന്നെക്കാട്ടി പ്രായമുള്ള അമ്മയാന്ന് പറയും. അങ്ങനെ അത് ആ അമ്മയും മരിച്ചു. ഏകദേശം ഒരു 30 വർഷത്തോളം ചിരി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 30 വർഷത്തെ മത്സരത്തിൽ ഇപ്രാവശ്യം ചിരിക്കാൻ തുടങ്ങുമ്പോൾ ഇതേ കണക്ക് വീഡിയോ എടുക്കുമെന്നും വൈറലാവുമെന്നും പ്രതീക്ഷിച്ചു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ജീവിതം എനിക്ക് 59 വയസ്സുണ്ട്. ഈ 59 വയസ്സിൽ നല്ലപ്പോഴാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വൈറലായെന്നറിഞ്ഞ് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ വൈറലായെന്നറിഞ്ഞു. വേറെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഈ ചിരി കണ്ടിട്ട് വിളിക്കുന്നുണ്ട്. എപ്പോഴും വിളിച്ചോണ്ടേ ഇരിക്കുക. വിളിക്കുന്നവരൊക്കെ എന്താണ് പറയുന്നത്? അവരെല്ലാം പറയുന്നത് ഇങ്ങനൊരു ചിരി അവരൊരിക്കലും കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ചിരി എങ്ങനെ ചിരിച്ചെന്നാണ് എന്നെ എല്ലാവരും ചോദിക്കുന്നത്. ഞാനൊരു കശുവണ്ടി തൊഴിലാളിയാണ്. ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത്. ചേച്ചി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ഒരു കശുവണ്ടി തൊഴിലാളിയാണ്. ഓണമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന. ഞാൻ പെൻഷനായതാ. വീണ്ടും ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഒരു കശുവണ്ടി തൊഴിലാളി കൂടിയാണ്. ചേച്ചി ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ ക്ലബിൻ്റെ വേദി നിന്ന അതേ സ്ഥലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അതേ വേഷത്തിൽ, അത് എന്തോ ഒരു അപൂർവമായിട്ട് തോന്നുന്നു, അതേ വേഷത്തിൽ തന്നെയാണ് ചേച്ചി ഇന്നും ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇനി ചേച്ചിയുടെ ആ ചിരി ഒന്ന് കേട്ടാലോ? ചേച്ചി നമുക്ക് എൻ്റെ നേരിട്ടൊന്ന് ചിരിക്കാൻ പോവായിരിക്കും. അപ്പോൾ ആ ചിരി ഒന്ന് കേൾക്കാം. ആ
ഓക്കെ ചേച്ചിയുടെ ശ്വാസം മുട്ടാറായെന്ന് തോന്നുന്നു. ചേച്ചിയുടെ ചിരി നിൽക്കുന്നില്ല കേട്ടല്ലോ. ചേച്ചി ചിരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചേച്ചി ചിരി കഴിഞ്ഞിട്ടും നിർത്തുന്നില്ല. മത്സരിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നോ ചിരിക്കുന്നത്? അല്ല, മത്സരം കഴിഞ്ഞിട്ടും ഈ ചിരി ഇതേ കണക്ക് തുടർന്നോ? മത്സരം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും വീണ്ടും എന്നോട് ചിരിക്കും. പിള്ളേരൊക്കെ തന്നെ പറയുന്നത് ഇത് എന്തുവാ ചിരി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്നേരം ഇത് കണക്ക് ഞാൻ അവരെ മുമ്പിലും ചിരിച്ച്. ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഞങ്ങൾ പിന്നെ എൻ്റെ ഭർത്താവുണ്ട്, പിന്നെ മരുമോളും, പിന്നെ മോന് 2 മക്കളും. ഇവരാരെങ്കിലും ഇതേക്ക് ചിരിക്കാറുണ്ടോ? ഇല്ല, ചേച്ചി മാത്രമാണ് വീട്ടിൽ ഇതേക്ക് ചിരിക്കുന്നത്. വീട്ടിലും ഇതേക്ക് തന്നെയാണോ ചിരിക്കുന്നത്? ഞാനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പണ്ട് മുതലേ ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ നടന്നു ഉറച്ച് ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വീട്ടിലാരും വഴക്ക് പറഞ്ഞില്ല? ആരും വഴക്ക് പറയില്ല. മാമന്മാരുള്ളപ്പം എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ കൊച്ചുനാളിലൊക്കെ 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ മാമന്മാർ പള്ളു പറയുമായിരുന്നു, അവർ പെൺകുട്ടികൾ ഇങ്ങനെ ചിരിക്കാൻ പാടില്ല. പക്ഷേ അത് തെറ്റാണ് കേട്ടോ. ചിരി ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് അത്. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ചിരി വന്നാൽ ചിരിക്കുക തന്നെ ചെയ്യണം. അതിന് ലിംഗഭേദമൊന്നും നോക്കേണ്ട കാര്യമില്ല. ചേച്ചിയുടെ കുഞ്ഞുനാളിൽ അവരെ മാമന്മാരൊക്കെ വഴക്കുറയായിരുന്നു. എനിക്കത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. കാര്യം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ഉച്ചത്തിൽ ചിരിക്കാൻ പാടില്ലെന്നൊക്കെ. അതൊക്കെ ചുമ്മാതാണ് കേട്ടോ. ചിരിക്കാൻ വരുമ്പോൾ ചിരിക്കുക. ചേച്ചി ചിരിക്കുന്നത് കണക്ക് തന്നെ ഉറക്കെ ചിരിക്കുക. ചേച്ചി ഇപ്പോൾ വൈറലായി. ചിരി എന്ന് പറയുന്നത് എന്നാൽ വലിയ മത്സരങ്ങളൊന്നും നടക്കാത്ത ഒരു സംഭവമാണ്. ഈ ഓണപ്പരിപാടിക്കൊക്കെ നടക്കുന്ന മത്സരമാണ്. അതിൽ ചേച്ചിക്ക് വിഷമമുണ്ടോ? അങ്ങനൊന്നും എനിക്ക് അങ്ങനെയുള്ള വിഷമമൊന്നും അല്ല. ഇതൊരു ജില്ലാതല മത്സരങ്ങളോ അങ്ങനൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ അത് അറിഞ്ഞതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. വൈറലായ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചി ചിരിച്ച് വൈറലായെങ്കിലും ഈ ചിരിയിൽ 1ാം സ്ഥാനം നേടിയ, അതായത് ഗ്രാമവേദി നടത്തിയ ചിരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഒരാളുണ്ട്. ചേച്ചിക്ക് 2ാം സ്ഥാനമായിരുന്നു കേട്ടോ. ചേച്ചിയുടെ ചിരി വൈറലായി 50 ലക്ഷത്തോളം ആളുകൾ കണ്ടെങ്കിലും ഈ ഗ്രാമവേദി നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ ചിരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയെ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. ചേച്ചി ഒന്ന് വരുമോ? ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സൂര്യകല. ഈ ചേച്ചിയാണ് നമ്മുടെ ഗ്രാമവേദി നടത്തിയ ചിരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത്. ചേച്ചിക്കാണ് 1ാം സ്ഥാനം. പക്ഷേ ലോകം കണ്ടത് 2ാം സ്ഥാനത്ത് മത്സരിച്ചില്ല. അന്നേരം എന്ത് തോന്നുന്നു? സന്തോഷം തോന്നി. അത് ഒരു കുശുമ്പില്ലേ? ചെറിയൊരു കുശുമ്പും ഇല്ല. നമ്മുടെ അടുത്ത ഒരാൾ, നമ്മളെ ബന്ധപ്പെട്ട ഒരാൾ വൈറലാവുക എന്ന് പറയുന്ന ഇപ്പോൾ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ വെച്ച് വൈറലാവുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് സന്തോഷമല്ല, അത് കുശുമ്പ് എന്തിനാ നമുക്ക് സന്തോഷം അല്ല. അന്നേരം ആ 1ാം സ്ഥാനം നേടിയ ചിരി ഇതിനെക്കാട്ടി വലിയ ചിരിയായിരിക്കണം. ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ചേച്ചിക്ക് 1ാം സ്ഥാനം കിട്ടിയത്. സാധാരണ ഈ ഇപ്പം 5-6 വർഷം കൊണ്ട് ഇത് മത്സരം നടത്തുന്നത് ഞങ്ങൾ 2 പേരും പങ്കെടുക്കുന്നുണ്ട്. മിക്കവാറും എനിക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ ജഡ്ജിങ്ങിൻ്റെ തലത്തിലായിരിക്കും, അല്ലെങ്കിൽ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അനേകം പേർ കണ്ടു. ഇതിപ്പോൾ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒതുങ്ങി നിൽക്കുന്നതായതുകൊണ്ട് കുറച്ച് പേരെ ഇത് അന്ന് തൊട്ട് കുറച്ച് പേരെ ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് എല്ലാം വൈറലായതുകൊണ്ട് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ട ചിരി വത്സലേക്കായതുകൊണ്ട് വത്സലേക്കയുടെ ചിരി വൈറലായി. അതിനുണ്ട്. അപ്പോൾ ചേച്ചിയാണ് 1ാം സ്ഥാനം നേടിയത്. ആ 1ാം സ്ഥാനം നേടിയ ചിരി ഒന്ന് ചിരിച്ചാലോ? ക്യാമറയിലേക്ക് നോക്കി പ്രേക്ഷകർക്ക് വേണ്ടി ആ ചിരി ഒന്ന് ചിരിച്ചേ. ഓക്കെ ചേച്ചിയുടെയും ശ്വാസം മുട്ടി പറഞ്ഞ് ഇവരൊക്കെ ചിരിച്ചു തുടങ്ങിയാൽ ചിരി നിർത്താനൊരു വലിയ പാടാണ്. ആ ചേച്ചിയുടെ, അതായത് കിങ്ങിണി ചേച്ചിയുടെ ചിരി കണ്ടിട്ട് തന്നെ വത്സല ചേച്ചി ഇവിടെ സൈഡിൽ നിന്ന് വാപൊത്തി ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചിരിയിലൂടെ വൈറലായ വത്സല ചേച്ചിയും ആ ചിരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കിങ്ങിണി ചേച്ചിയുമാണ് ചിരിയുടെ വിശേഷങ്ങളുമായി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയത്. എല്ലാ കേരള പ്രൈം ടുഡേയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.